ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംലി കുക്കിൽ നിന്ന് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് കഴിക്കുന്ന പുളിങ്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ മറക്കാതൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പുളിങ്കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് നന്നായിട്ട് മൂത്ത് വരണം. ആ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടങ്ങ് മൂത്ത് വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇതൊരു 10 ഈന്തപ്പഴമുണ്ട്. അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് ഞാനിതുപോലെ 2ആയിട്ട് മുറിച്ചിട്ടിരിക്കുന്നതാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തില്ല എന്നൊന്നും കുഴപ്പമില്ല. ഇതെന്തായാലും വെന്തുടഞ്ഞ് പോകാനുള്ളതാണ്. അപ്പം ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമായതുകൊണ്ട് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് 10 എണ്ണം ഒരു 100 ഗ്രാം വരും. അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത സോഫ്റ്റ് അല്ലാത്ത ഈന്തപ്പഴമാണെങ്കിൽ ചിലപ്പോൾ ഒരു 12-13 ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കുക. സവാള ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും ഒരല്പം താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് എരിവുള്ളതാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഈന്തപ്പഴം ഒന്നങ്ങ് ഇതിൽ കിടന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, മസാല കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈന്തപ്പഴത്തിൽ വെള്ളമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മസാല കത്തിപ്പോവും. ഇനി ഇതിലേക്ക് വേണ്ടത് വാളൻ പുളി പിഴിഞ്ഞ വെള്ളമാണ്. ചിലരിതിലേക്ക് പുളി പിഴിഞ്ഞല്ല, പുളി നന്നായിട്ട് ഇതിൽ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതങ്ങനെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ നാരും കുരുവെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ഒഴിക്കും. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എനിക്ക് അതിനോടത്ര താല്പര്യമില്ല. ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടാണ് ഇതൊഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ്. അതിലേക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് വച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുടെ നാരൊക്കെ കളഞ്ഞിട്ട് പുളി അങ്ങനെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. പുളിങ്കറി എന്ന് പറയുമ്പോൾ മധുരവും പുളിയും എരിവും ഒക്കെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കര വേണം. ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ അതങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ഇപ്പോൾ ചേർക്കണ്ട. നമ്മളിനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചാണ് ചേർക്കുന്നതെങ്കിൽ 1/4 കപ്പ് എന്നുള്ളത് ഒരു 1/2 കപ്പ് ചേർക്കാം. എന്നാലേ നമുക്ക് ഈന്തപ്പഴം വെന്ത് കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇത് തിളച്ച് ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലേക്ക് ഉടഞ്ഞ് ചേരണം. അതുപോലെ ചാറ് നന്നായിട്ട് കുറുകി വരുകയും വേണം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വരണം. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. ഇടയ്ക്കൊന്ന് അടി പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഈന്തപ്പഴം വെന്തിട്ടില്ലെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം അതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഈന്തപ്പഴം ഇവിടെ വെന്തുടഞ്ഞ് നന്നായിട്ട് ചാറ് കുറുകിയിട്ടുണ്ട്. ഈ ഒരു ലൂസ് ഇപ്പോൾ വേണം, അല്ലെങ്കിൽ ചൂടാറുന്ന സമയത്ത് വല്ലാതെ അങ്ങ് കട്ടിയായി പോവും. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈന്തപ്പഴം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്തുടഞ്ഞ് വന്നാലാണ് പുളിങ്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളിങ്കറി ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 6 കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്നത് വേണമെങ്കിൽ കടുക് താളിക്കുന്ന സമയത്ത് ചെയ്യാം, പക്ഷെ അത് കാഷ്യൂനട്ട് അങ്ങനെ വേവേണ്ട ആവശ്യമില്ല. അവസാനം ചേർത്ത് കൊടുത്താലും മതി, അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ ഇനി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പുളിങ്കറി ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.